ഹലോ, ജോബ്സ് മാർക്കറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഏതാണ്ട് 6ഓളം അവസരങ്ങൾ പറയാം എന്നാണ് കരുതുന്നത്. അതിൽ ആദ്യത്തെ അവസരത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ അവസരം BROയിലാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടാണ് ഒഴിവുകളുള്ളത്. അക്രോസ് ഇന്ത്യ വേക്കൻസികളുണ്ട്. +2 ആണ് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. +2ൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സും പഠിച്ചിട്ടുണ്ടാവണം. ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻഷിപ്പിലോ, അതും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അണ്ടറിലോ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡ്രാഫ്റ്റ്മാൻഷിപ്പിലേക്ക് ഡ്രാഫ്റ്റ്മാൻ എന്നുള്ള ആ തസ്തികയിലേക്ക് ഇപ്പൊ അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. 18 മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 29,200 മുതൽ 92,300 രൂപ വരെയാണ് സാലറി എന്ന് പറയുന്നത്. നല്ല പേ സ്കെയിലുള്ള ഒരു വേക്കൻസിയാണ് ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വേക്കൻസി. അടുത്ത പ്രധാനപ്പെട്ട വേക്കൻസികൾ സീഡിറ്റിലാണ്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജ് ടെക്നോളജി എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനമാണ് സീഡിറ്റ്. സീഡിറ്റിലെ ആദ്യത്തെ ഒഴിവ് എന്ന് പറയുന്നത് പ്രൊജക്ട് സൂപ്പർവൈസർ ആയിട്ടാണ്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ എലിജിബിലിറ്റി എന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു IT പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള 1 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടാവണം. പ്രൊജക്ട് സൂപ്പർവൈസർ എന്നുള്ള ഡെസിഗ്നേഷൻ അക്രോസ് കേരള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ തസ്തികയുടെ കൃത്യ സാലറി എത്രയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ നല്ല സാലറി റേഞ്ച് ഉള്ള ഒരു പൊസിഷൻ ആയിരിക്കും. 27/2/2021 ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സീഡിറ്റിലെ രണ്ടാമത്തെ അവസരം ഇമേജ് എഡിറ്റേഴ്സ് ആയിട്ടാണ്. 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. അക്രോസ് കേരള തന്നെയാണ് വേക്കൻസികൾ ഉള്ളത്. ഇതിന്റെയും സാലറി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പ്രകാരമായിരിക്കും. കൃത്യമായിട്ട് എത്രയാണ് സാലറി എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതിന്റെയും ലാസ്റ്റ് ഡേറ്റ് 27/2/2021 സീഡിറ്റിലെ മൂന്നാമത്തെ വേക്കൻസി സ്കാനിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ്. അതും ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതും +2 പാസ്സാണ്. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാവണം. അക്രോസ് കേരള വേക്കൻസീസ് ഉണ്ട്. 27-ാം തീയതിയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇന്ത്യൻ നേവിയിലേക്കുള്ള അവസരങ്ങളാണ് അടുത്തത്. ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ് ഇന്ത്യൻ നേവി ഇപ്പൊ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ ITI സർട്ടിഫിക്കറ്റ് ITIയും പാസ്സായിട്ടുള്ളവർക്കാണ്. 10ാം ക്ലാസ് പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് ട്രേഡ്സ്മാൻ മെയ്റ്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. അക്രോസ് ഇന്ത്യ തന്നെ വേക്കൻസികളുണ്ട്. 18,000 മുതൽ 56,900 രൂപയാണ് ലെവൽ 1 ഗ്രേഡ് ഉള്ളവർക്ക് സാലറി ആയിട്ട് പറയുന്നത്. 25 വയസ്സാണ് ഏറ്റവും ഉയർന്ന പ്രായപരിധി എന്ന് പറയുന്നത്. 18 വയസ്സ് എങ്കിലും ആവണം ഈ തൊഴിലേക്ക് ഈ അവസരത്തിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. മാർച്ച് 7-ാം തീയതിയാണ് ഈ നേവിയിലേക്കുള്ള ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത അവസരം കേരളത്തിൽ തന്നെയാണ്. അക്കൗണ്ടന്റ് ആയിട്ടാണ് അടുത്ത ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഗവൺമെന്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിലാണ്, PSUലാണ്. CMD കേരള വഴിയാണ് ഇത്തരം തസ്തികകളിലേക്കുള്ള അപേക്ഷകളെല്ലാം ക്ഷണിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടത്തേക്ക് ഇപ്പൊ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പൊസിഷനിലേക്കാണ്. കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക്, കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ CA ഇന്റേൺ ചെയ്തിട്ടുള്ളവർക്കും CA ഇന്റേൺ പാസ് ആയിട്ടുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അക്കൗണ്ടന്റ് എന്നുള്ളതാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. 33,000 രൂപയാണ് സാലറി. അക്രോസ് കേരള ഒഴിവുകളുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 22-ാം തീയതിയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇത് സംസാരിച്ച പ്രധാനപ്പെട്ട വേക്കൻസികളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ല ഐഡിയ ആയി എന്ന് കരുതുന്നു. ഈ വേക്കൻസിയിലേക്ക് എല്ലാം അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്ന എല്ലാ ജോബ്സിനും അപ്ലൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്.